കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിൽ നരഹത്യാ കേസിൽ എലത്തൂർ പോലീസ് കൊയിലാണ്ടി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. 5 ദിവസത്തേക്കാണ് പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. വരും ദിവസങ്ങളിൽ ശരീര അവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. കോഴിക്കോട് സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സമീപമുള്ള ചതുപ്പിൽ വിജിലിന്റെ മൃതദേഹം കുഴിച്ചുമൂടി എന്ന ഒന്നാം പ്രതി നിഖിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് കഴിഞ്ഞ ആഴ്ച പരിശോധന നടത്തിയിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് പരിശോധന നിർത്തിവെക്കുകയായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസ് സെന്ററിന്റെ റഡാറിന്റെ സഹായത്തോടെ തിങ്കളാഴ്ച മുതൽ പരിശോധന വീണ്ടും ആരംഭിക്കുവാനാണ് തീരുമാനം. ലാൻഡ് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം മണ്ണിനടിയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഫലപ്രദമാണ്. 5 മുതൽ 10 മീറ്റർ വരെ ആഴത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഇതുവഴി കണ്ടെത്താനാകും. എന്നാൽ വെള്ളം വറ്റിയ ശേഷം മാത്രമേ ഇത് സാധ്യമാകൂ. ഡോഗ് സ്ക്വാഡിലെ കടാവർ നായ്ക്കളുടെ സഹായവും ഉണ്ടാകും. 2019 മാർച്ച് 24-നാണ് വിജിലിനെ കാണാതായത്. അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് മരിച്ച വിജിലിന്റെ മൃതദേഹം സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും രഞ്ജിത്തും ചേർന്ന് ചതുപ്പിൽ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് മൊഴി. രണ്ടാം പ്രതി രഞ്ജിത്തിനായി അന്വേഷണം തുടരുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.